തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ശ്യാമപ്രസാദ് ഉണ്ട്. ശ്യാമി, തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന് വർക്കല പാപനാശവും ശംഖുമുഖവും ഒക്കെ കഴിഞ്ഞാൽ തിരുവല്ലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത്. അവിടെയുള്ള ഭക്തജന തിരക്ക് എങ്ങനെയാണ്? പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. ശ്യാമി, പുലർച്ചെ 2:30 മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഈ ഒരു മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും ഏകദേശം 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ ബലിതർപ്പണം നടത്തി മടങ്ങിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ബലിതർപ്പണ ചടങ്ങിന് എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവല്ല പരശുരാമസ്വാമി ക്ഷേത്രം. ഇവിടെ ദിവസേന ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിലും കർക്കിടക ബാബു തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇവിടെ എത്തി നിരവധി വിശ്വാസികളാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഈ മണിക്കൂറുകളിലും നടത്തി മടങ്ങുകയും ചെയ്യുന്നത്. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും എല്ലാം ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. പുലർച്ചെ 2:30 മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾ ഈ മണിക്കൂറുകളിലും പുരോഗമിക്കുകയാണ്. നിരവധി, അതായത് 10-15-ലധികം ബലിമണ്ഡപങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനാൽ തന്നെ ക്യൂ നിന്നുകൊണ്ട് യാതൊരു തടസ്സവും കൂടാതെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി മടങ്ങി പോകാനുള്ള അവസരമെല്ലാം തന്നെ എല്ലാവർക്കും ഒരുക്കിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഗതാഗത ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന വാഹനങ്ങളെല്ലാം തന്നെ ബൈപ്പാസിനും ഒപ്പം തന്നെ മറ്റ് റോഡുകളിലെല്ലാം തന്നെ വാഹന സൗകര്യം ഒരുക്കുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിലവിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിശ്വാസികൾ ഇപ്പോൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അടുത്തൊരു ഘട്ടമാണ്, അതായത് ഓരോ ഘട്ടത്തിലും 100-ലധികം ആളുകളെയാണ് ഒരേ സമയം തന്നെ ഇവിടെ ഇരുത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. ആ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. പുലർച്ചെ 2:30 മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചിരുന്നു. ആ ക്രമീകരണങ്ങൾ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ബലിമണ്ഡപത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെ പല ബലിമണ്ഡപങ്ങൾ 10-15-ലധികമുള്ള ബലിമണ്ഡപങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നിലവിൽ തിരുവല്ല പരശുരാമസ്വാമി ക്ഷേത്രം എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. കർക്കിടക ബലിയോടനുബന്ധിച്ച് കൂടുതൽ പേർ എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ക്ഷേത്രത്തിനുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഒരു ചടങ്ങ് കഴിഞ്ഞ് ഒരു ബലിതർപ്പണ ചടങ്ങിൻ്റെ ഇത് കഴിഞ്ഞ ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനുള്ള ഒരുക്കങ്ങളുമെല്ലാം തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും ചേർന്ന് ഒരുക്കിയിട്ടുമുണ്ട്. എന്തായാലും യാതൊരുവിധ തടസ്സവും കൂടാതെ തന്നെ ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ബലിതർപ്പണം നടത്തി വീടുകളിലേക്ക് മടങ്ങാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ തമിഴ്നാടോട് ചേർന്ന നിലവിൽ നാഗർകോവിൽ നടക്കമുള്ള വിശ്വാസികളെല്ലാം തന്നെ തിരുവല്ല പരശുരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ കവാടത്തിലെല്ലാം തന്നെ, അതായത് പരശുരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കവാടത്തിലേക്ക് കടക്കുന്ന ആ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്കും പ്രവേശിക്കാവുന്ന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബലിതർപ്പണ ചടങ്ങുകൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ഒരു ക്ഷേത്രം, ഏക ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. അങ്ങനെ ഒരു അപൂർവ പ്രത്യേകത കൂടിയുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഈ കർക്കിടക ബലിയോടനുബന്ധിച്ച് കൂടുതൽ ഭക്തർ എത്തുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുമുള്ളത്. എല്ലാ ദിവസവും ബലിതർപ്പണ ചടങ്ങുകളും എല്ലാം ഉണ്ടെങ്കിലും പിതൃമോക്ഷ പുണ്യം തേടി കർക്കിടക ദിനത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. ഈ മണിക്കൂറുകളിലും 10,000-കണക്കിന് വിശ്വാസികളാണ് ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി വീടുകളിലേക്ക് മടങ്ങുന്നത്. വ്യക്തമാണ് ശ്യാമി. എന്തായാലും ശ്യാം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പരശുരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഏക ക്ഷേത്രമാണ്, പരശുരാമസ്വാമിയെ ആരാധിക്കുന്ന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് കേരളത്തിലെ ഈ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. അവിടെ ശിവഭഗവാന്റെ പ്രതിഷ്ഠ കൂടിയുണ്ട്. എന്തായാലും പരശുരാമസ്വാമിയുടെ നിത്യപൂജ നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ്. അവിടെ നിത്യബലി നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണെങ്കിലും ഇന്നേ ദിവസമാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ശ്യാമപ്രസാദ് പങ്കുവച്ചത്. ഇനി കണ്ണൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മിഥുൻ പിള്ളയാണ് പയ്യാമ്പലത്ത്
കടലോരത്ത് നിന്നും ചേരുന്നത്. മിഥുനെ, അവിടെ നേരത്തെ മിഥുൻ ചേർന്നപ്പോൾ അവിടെയുള്ള ബലിതർപ്പണത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു, ഭക്തജനങ്ങൾ എത്തിയിരുന്നു, ചടങ്ങുകൾ ആരംഭിച്ചിരുന്നില്ല. ഇപ്പോൾ എന്താണ് സാഹചര്യം മിഥുൻ? സുഖമില്ലാത്തൊരു അവസ്ഥയുണ്ടാകുമ്പോൾ അവരെ പരിചരിക്കുക, ദേഹത്തിൽ നിന്ന് ജീവൻ വേർപെട്ടാൽ ശാന്ത ആദി ക്രിയകളൊക്കെ നടത്തി അവർക്ക് ആ ആയുസ്സിന് വേണ്ടുന്ന പൂർണ്ണഗതിക്ക് വേണ്ടുന്ന. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പിതൃപുണ്യം തേടി ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ക്ഷേത്രങ്ങളിലും കടവുകളിലും എല്ലാം എത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ, അതുപോലെ തന്നെ കണ്ണൂർ പയ്യാമ്പലം കടലോരത്ത് നിന്ന് മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുനെ, എങ്ങനെയാണ് നേരത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നില്ല, ഭക്തജനങ്ങൾ എത്തിയിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? പറയൂ. തീർച്ചയായും ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവിടെ ബലിതർപ്പണം ചടങ്ങിന് പയ്യാമ്പലത്ത് പ്രത്യേക സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കാലങ്ങളായി സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ ബലിതർപ്പണ ചടങ്ങിനുള്ള സൗകര്യങ്ങൾ നൽകാറുള്ളത്. ഇത്തവണയും അതിന് വ്യത്യാസമില്ല. വലിയ സംവിധാനങ്ങൾ തന്നെ, വലിയ ഒരുക്കങ്ങൾ തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒരേ സമയം 500-ലധികം പേർക്ക് ഈ ബലിതർപ്പണം നടത്താൻ വേണ്ടിയുള്ളൊരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കാലങ്ങളായി ഇതേ രീതിയിൽ ഇവിടെ ചടങ്ങുകൾ നടത്താറുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു സേവാഭാരതി നടത്തുന്ന ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമാകാൻ വേണ്ടി ഇവിടെ എത്താറുമുണ്ട്. കഴിഞ്ഞ ഒരുപാട് കാലമായി സമാനമായ രീതിയിലൊരു തിരക്കും കാര്യങ്ങളുമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇത്തവണയും ആ ഒരു ചടങ്ങിന് വ്യത്യാസമില്ല. ഇത്തവണയും ഒരുപാട് ആളുകൾ ഈ ഒരു സേവാഭാരതി നൽകിയ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താനുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. പിതൃക്കൾക്ക് മോക്ഷത്തിനായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുവാനായി ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. കാലാകാലങ്ങളായി സമാനമായ രീതിയിൽ തന്നെയാണ് ചടങ്ങുകൾ ഇവിടെ ഇത്തരമൊരു ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കാറുള്ളത്. മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ഈ ഒരു ചടങ്ങുകൾ നടത്താറുണ്ട്. പ്രധാനമായും കണ്ണൂർ നഗരത്തിൽ തന്നെ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശിവക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടന്നു വരുന്നത്. കണ്ണൂർ പയ്യാമ്പലത്താകട്ടെ പുലർച്ചെ 3 മണിക്ക് തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഇവിടെ സേവാഭാരതിയുടെ പ്രത്യേക കൗണ്ടർ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആ ബലിതർപ്പണ ചടങ്ങിൻ്റെ ഭാഗമാകാൻ വേണ്ടി രാവിലെ 3 മണി തൊട്ട് തന്നെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി തുടങ്ങി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ബലിതർപ്പണം ചടങ്ങ് പൂർത്തിയാക്കി ഈ കടലോരത്ത് നിന്ന് ആളുകൾ മടങ്ങുന്നുണ്ട്. ഈ കർമ്മം ചെയ്തതിന് ശേഷമുള്ള പിണ്ടവും മറ്റും കടലിലൊഴുക്കിയ ശേഷം ആളുകൾ മടങ്ങി പോവുകയാണ്. അടുത്ത ഘട്ടം ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി സമാനമായ രീതിയിൽ ഈ പയ്യാമ്പലത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഈ ഒരു സേവന പ്രവൃത്തി നടത്തി വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ തങ്ങളുടെ പിതൃമോക്ഷ കർമ്മം ചെയ്യുവാനായി ഇവിടേക്ക് എത്താറുമുണ്ട്. ആ സമയത്തൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചടങ്ങുകൾ നടത്തി മടങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി നൽകാറുണ്ട്. ഇപ്പോൾ തന്നെ വലിയ ക്യൂ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. വലിയ ക്യൂ തന്നെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ തുടങ്ങിയ സമയത്ത് ക്യൂവിൻ്റെ വലിപ്പം വളരെ കുറവായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു ക്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. ക്യൂ നിന്ന് കൃത്യമായും ഊഴമനുസരിച്ചാണ് ആളുകൾ വന്ന് പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തിവിടുന്ന് മടങ്ങിപ്പോകുന്നത്. ഇതിനു വേണ്ടിയുള്ള പിതൃതർപ്പണ ചടങ്ങിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 50-ലേറെ വളണ്ടിയർമാർ, ഈ ഒരു സേവാഭാരതിയുടെ വളണ്ടിയർമാർ ഈ ഒരു പിതൃതർപ്പണ ചടങ്ങുകൾ ഏകോപിപ്പിക്കാനും അവർക്ക് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങുവാനുമുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ലഘുഭക്ഷണവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് ഒരുപാട് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കാറുണ്ടെങ്കിൽ പോലും ഇത്തവണ പ്രധാനമായും ഈ സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ പയ്യാമ്പലത്ത് ഇത്തരമൊരു ബലിതർപ്പണ ചടങ്ങുകൾ നടക്കാറുള്ളതും കൂടി എടുത്ത് പറയേണ്ടതുണ്ട് ഈ ഒരു നിമിഷം. ആതിര, വ്യക്തമാണ് മിഥുനെ. എന്തായാലും കണ്ണൂർ പയ്യാമ്പലത്ത് നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ്
മിഥുൻ പിള്ള പങ്കുവച്ചത്. ഇനി നമ്മൾ ഒരിക്കൽ കൂടി തിരുമുല്ലവാരത്തേക്ക് പോവുകയാണ്. അവിടെ മനോജ് ഒരിക്കൽ കൂടി ചേരും. മനോജ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 108 തിരുപ്പതികളിൽ ഒന്നാണ് ഈ കൊല്ലം തിരുമുല്ലവാര ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വലിയ രീതിയിൽ ഭക്തജന തിരക്കുണ്ടാകുന്ന ദിവസമാണിന്ന്. അപ്പോൾ നമ്മൾ നേരത്തെയെല്ലാം മനോജ് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ വർഷം സംഭവിച്ച ചില അനിഷ്ട സംഭവങ്ങൾ അത് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാതെ തരമില്ല. കാരണം അത്രത്തോളം വലിയ രീതിയിൽ കണ്ണീർ കടലായി ആ തീരം മാറിയ കാഴ്ചയാണ് കഴിഞ്ഞ വർഷം കണ്ടത്. ഇപ്പോൾ എന്തായാലും ചടങ്ങുകളൊക്കെ പുരോഗമിച്ച് ഏതാനും മണിക്കൂറുകൾ പിന്നിടുകയാണ്. പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകളാണ്. ഇതിനോടകം ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഭക്തർ ഉന്നയിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നിലവിൽ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നത് മനോജ്? തീർച്ചയായും വളരെയധികം പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ഈ തിരുമുല്ലവാരം ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ ഭക്തിയാദരപൂർവ്വം മനസ്സിൽ പിതൃക്കളെ ധ്യാനിച്ചുകൊണ്ട് ഓരോരുത്തരും അങ്ങനെ ബലിയർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ കേന്ദ്രത്തിലേക്ക് എത്തുന്ന നിരവധി ഭക്തരുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഈ ചടങ്ങുകൾ നടത്തി, പക്ഷേ ഒരുപാട് ഭക്തർക്ക് ബലിയർപ്പിക്കാനാകാതെ തിരികെ പോകേണ്ടി വന്നു. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് ഒരുപാട് ഭക്തരെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ വിവിധ ഹൈന്ദവ സംഘടനകളും സാംസ്കാരിക സമിതികളുമൊക്കെ ചേർന്ന് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ ബലിയർപ്പിക്കാൻ മറ്റ് ബുദ്ധിമുട്ടുകൾ ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. ഇതുവരെ ആരും അത്തരത്തിലൊരു പരാതിയും പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തുന്ന ആളുകളെ, അതായത് തിരക്ക് നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനം ഇവിടെയുണ്ട്. ഈ തിരക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം നടന്നു വേണം ഇപ്പോൾ എത്താൻ. ഈ ബലി അർപ്പിക്കുന്ന ഈ ബലിതർപ്പണ കേന്ദ്രത്തിലേക്ക് എത്തണമെങ്കിൽ വാഹനം റോഡിൽ, അതായത് കൊല്ലത്ത് നിന്നും തിരുമുല്ലവാരത്തേക്ക് വരുമ്പോൾ മുളങ്കാടകം ഭാഗത്തേക്ക് വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്നും നടന്നു വേണം ഈ ബലിതർപ്പണ കേന്ദ്രത്തിലേക്ക് എത്താൻ. കാരണം അത്രയധികം തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ വന്നാലും ഇവിടെ ബലിതർപ്പണ കേന്ദ്രത്തിൽ വിവിധ പന്തലുകളുണ്ട്. അതായത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉണ്ട്, ഗുരുജി സാംസ്കാരിക സമിതിയുടേതുണ്ട്, അതോടൊപ്പം തന്നെ ബലിതർപ്പണ ഭൂമി സംരക്ഷണ സമിതിയുടേതുണ്ട്, ദേവസ്വം ബോർഡിൻ്റേതുണ്ട്. ഈ ദേവസ്വം ബോർഡിൻ്റേതിലാണ് 50ലധികം കർമ്മിമാർ ഉള്ള ഒരു പന്തലെന്ന് പറയുന്നത്. മറ്റിടങ്ങളിലൊക്കെ കുറച്ച് കർമ്മിമാരും അതോടൊപ്പം തന്നെ അവിടേക്ക് എത്തുന്ന ആളുകൾക്ക് വേണ്ട ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ബലിയർപ്പിക്കാനെത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബലി അർപ്പിച്ച ശേഷം സംതൃപ്തിയോടെ ഇവിടെ നിന്നും മടങ്ങണമെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അതുണ്ടായില്ല. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലിപ്പോൾ ഈ കടൽ തീരത്തേക്ക്, അതായത് തിരുമുല്ലവാരം ക്ഷേത്രം തന്നെ ഈ കടൽ തീരത്താണ്. ഈ കടൽ തീരത്തേക്ക് എത്തുന്ന ഭക്തരാണ് ബലി അർപ്പിച്ച ശേഷം ഇവിടെ നിന്നും മടങ്ങുന്നത്. ക്ഷേത്ര ദർശനവും നടത്തി. അതായത് ഇവിടെ മാത്രമല്ല, ഇവിടേക്ക് വരുന്ന ഓരോ ഭക്തരും ബലിയർപ്പിച്ച ശേഷം സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ കൂടെ ദർശനം നടത്തി തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി വ്രതം നോറ്റ് എത്തുന്നവരാണ്. അവരങ്ങനെ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തിയാണ് മടങ്ങാറ്. അങ്ങനെ ഇവിടേക്ക് ബലിയർപ്പിക്കാനായി എത്തുമ്പോൾ ആദ്യം അവർ വരുന്നു. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അതായത് ഓരോ പന്തലുകളിലും അതിനുവേണ്ട പാസുകൾ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൻ്റേതുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക സമിതികൾ നടത്തുന്ന ഈ പന്തലുകളിലെ പാസുകൾ വാങ്ങിയ ശേഷം അവർക്ക് അവിടെ വരിയായി ഇരിക്കാൻ. മനോജ്, എന്തായാലും തിരുവല്ലവാരത്ത് ഇത്തവണ കാര്യങ്ങൾ ഭംഗിയായി പുരോഗമിക്കുകയാണ് എന്നുള്ളത് ആശ്വാസകരമാണ്. നമ്മൾ ഒരിക്കൽ കൂടി ആലുവ മണപ്പുറത്തേക്കാണ് പോകുന്നത്. ആലുവ മണപ്പുറത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. മിഥുനെ, അങ്ങനെ പുലർച്ചെ 2 മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾ ഇങ്ങനെയാണ്. വലിയ തിരക്കായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക എന്നറിയാം. സമയം 6:45 കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം? സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് എല്ലാം ഭക്തർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരാതികളുണ്ടോ? മാത്രമല്ല ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പറയൂ.
ആലുവ മണപ്പുറത്ത് ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർക്കടക വാവുബലിയുമായി ബന്ധപ്പെട്ടുള്ള പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 2 മണിയോടുകൂടിയാണ് കർക്കടക വാവുബലിയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോൾ ആ ചടങ്ങുകൾ ഓരോന്നോരോന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ കൂടുതൽ ഭക്തജനങ്ങൾ ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എത്തുന്നതിപ്പോൾ ഇവിടേക്ക് എത്തുന്ന സമയത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിച്ചേരുന്നു എന്നുള്ളത് ആണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ആലുവ മണപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം 108 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആലുവ മണപ്പുറം. മാത്രമല്ല ഇവിടുത്തെ ബലിയിടുന്നതിന് സാധാരണ ക്ഷേത്രങ്ങളെക്കാൾ വലിയ ഐതിഹ്യത്തിൻ്റെ ഒരു പിൻബലം കൂടി മണപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ജടായുവിന് വേണ്ടി ത്രേതായുഗത്തിൽ ശ്രീരാമൻ ബലിതർപ്പണം ചെയ്തത് ഈ മണപ്പുറത്താണ്, ഈ പെരിയാറിൻ്റെ തീരത്താണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബലിതർപ്പണം ചെയ്യുന്നത് പിതൃക്കൾക്ക് വലിയ രീതിയിൽ മോക്ഷം നൽകുമെന്നും അത് ഏറ്റവും ഉത്തമമാണ് എന്നും കരുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആലുവ മണപ്പുറത്തേക്ക് ഈ കർക്കടക വാവ് ദിവസം ആളുകൾ ഒഴുകിയെത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 38ഓളം ബലിത്തറകളാണ് ഇപ്പോൾ ഇത്തവണ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 450ഓളം പോലീസുകാരെ ഇവിടെ വിവിധ ഇടങ്ങളിലായി വിന്യസിപ്പിച്ചിട്ടുണ്ട്, സുരക്ഷയ്ക്കായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ നാവികസേനയുടെ അടക്കമുള്ള സുരക്ഷാ സേനാംഗങ്ങൾ ഇവിടെ ഈ പെരിയാറിൻ്റെ തീരങ്ങളിൽ ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരിടത്ത് ഇത്തവണ ഈ പെരിയാറിൽ തന്നെ ഈ മണപ്പുറത്ത് തന്നെ പടിക്കെട്ട് തന്നെ ബലിയിടൽ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള മഴവെള്ളപ്പാച്ചിലിൽ ക്ഷേത്രം പൂർണ്ണമായി വെള്ളത്തിന് അടിയിൽ പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തിയിരുന്നു. അതിനൊപ്പം തന്നെ ഈ ചെളിയെല്ലാം തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് വരെ അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ ചെളിയെല്ലാം തന്നെ മാറ്റുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഏതാണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കുന്നത്, ഇപ്പോൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും തുടർച്ചയായി പെയ്ത മഴയുടേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെയുണ്ട്. മറ്റെല്ലാം തന്നെ എല്ലാ വർഷത്തെയും പോലെ സമാനമായി തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 2 മണിയോടുകൂടി ക്ഷേത്ര മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷം ഈ 38 ബലിത്തറകളിലായി ഈ ബലി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഇവിടെ ആളുകൾ എത്തി ബലികർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് 2 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും എല്ലാം ഇതുവരെ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ ആലുവ മണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തമാണ് മിഥുനെ. എന്തായാലും കൊച്ചി മെട്രോയും KSRTCയും ഒക്കെ കൂടുതൽ സർവീസുകൾ നടത്തി ഇന്നത്തെ ദിവസം ആലുവയിലേക്ക്. കാരണം ഒരുപാട് ജനങ്ങൾ, 10,000-കണക്കിന്, ഒരുപക്ഷെ ലക്ഷത്തോളം ജനങ്ങൾ ആലുവയിലേക്ക് ഒറ്റ ദിവസം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളത്. എന്തായാലും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ ആലുവ മണപ്പുറത്ത് നിന്നും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കർക്കിടക വാവു ബലിയെക്കുറിച്ച്, അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച്, അതിൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഈ ദക്ഷിണായനം എന്ന് പറയുന്നത് പിതൃക്കൾക്കും അതുപോലെ ഉത്തരായനം ദേവന്മാർക്കുമുള്ളതാണെന്നാണ് വിശ്വാസം. അതിൽ തന്നെ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. ഭൂമിയിലൊരു മാസം അവർക്ക് ഒരു ദിവസമാണ്. അങ്ങനെയെങ്കിൽ 12 മാസം അവർക്ക് 12 ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിൽ 12 ദിവസത്തിൽ ഒരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുജനങ്ങളെല്ലാം അവർക്ക് അന്നം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ കർക്കടക വാവു ബലിയുമായി നമ്മൾ കരുതുന്ന ചില ഐതിഹ്യം, ചില വിശ്വാസം എന്നൊക്കെ പറയുന്നത്. എന്തായാലും മലയാള മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർക്കടക മാസം 12ാമത്തെ മാസമാണ്. അത് ചന്ദ്രൻ്റെ മാസമാണ്. ചന്ദ്രനെയാണ് പിതൃലോകമായിട്ട് കണക്കാക്കുന്നത്. ഈ കറുത്ത വാവാണെങ്കിൽ പിതൃക്കളുടെ ദിവസമായും കണക്കാക്കുന്നു. അതുകൊണ്ടെല്ലാം ഇതെല്ലാം ഒത്തുചേരുന്നൊരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും കർക്കടക വാവ് ദിവസം പിതൃബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന്, അവർക്ക്
മോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്നേ ദിവസം എന്തായാലും കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ബലിയർപ്പിക്കാനായി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷത്തോളം ആളുകൾ അങ്ങനെ ഒഴുകിയെത്തുകയും ചെയ്യും. ഇപ്പോൾ ഒരിക്കൽ കൂടി കൊല്ലം തിരുമുല്ലവാരം ക്ഷേത്രത്തിൽ നിന്ന് മനോജ് ചേരുകയാണ്. മനോജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയെത്ര ജനങ്ങളാണ് ഇന്നേ ഒരു ദിവസത്തിന് വേണ്ടി തലേ ദിവസം ഒരിക്കലൊക്കെ എടുത്ത് വ്രതം അനുഷ്ഠിച്ച് എത്തുന്നത്. അപ്പോൾ ഇന്നേ ദിവസം അവർക്ക് വേണ്ടി വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി നൽകുക എന്നുള്ളത് ബന്ധപ്പെട്ട ക്ഷേത്രത്തിൻ്റെ, ദേവസ്വത്തിൻ്റെ ഒക്കെ കടമയാണ്. അപ്പോൾ എന്തായാലും തിരുമുല്ലവാരത്ത് ഇങ്ങനെയാണ് നിലവിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പുലർച്ചെ മുതൽ ആരംഭിച്ചതാണ്. നിത്യബലി നടക്കുന്ന ക്ഷേത്രമാണെങ്കിലും ഇന്നേ ദിവസമാണ് ഏറ്റവും കൂടുതൽ അവിടെ ആളുകൾ എത്തുന്നത് എന്നുള്ളത് മനോജ് നിരവധി തവണ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും നിലവിൽ കാര്യങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് മനോജ്? രാവിലെ മുതൽ തന്നെ തിരക്ക് അങ്ങനെ തുടരുകയാണ്. ഇപ്പോഴും ഭക്തർ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിന് സമീപമാണ് ഈ ബലിതർപ്പണ കേന്ദ്രമുള്ളത്. ഇവിടെ സ്ഥിരമായൊരു ബലിതർപ്പണ കേന്ദ്രമുണ്ട്. അതായത് നിത്യബലി അർപ്പിക്കുവാനുമായി വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബലിതർപ്പണ കേന്ദ്രം. അതിനു പുറമെ ഈ കർക്കിടക വാവ് ബലിദിനത്തിൽ നിരവധിയായിട്ടുള്ള കേന്ദ്രങ്ങൾ, അതായത് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ഈ പന്തലുകൾ, അതൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ സാംസ്കാരിക സമിതികളുടെയും ഹൈന്ദവ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇവിടേക്ക് എത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അതായത് ദേവസ്വം ബോർഡിൻ്റെ റെസിപ്റ്റ് നൽകിയിട്ടുണ്ട്. ആ റെസിപ്റ്റ് കൈപ്പറ്റിക്കൊണ്ട് ഓരോ പന്തലിലും ബലിയർപ്പിക്കാൻ വേണ്ടി ആദ്യം വരിയായി ഇരിക്കുക. അതിൽ ബലിയർപ്പിക്കേണ്ട പൂജാദ്രവ്യങ്ങൾ അവിടെ ഉള്ളവർ തന്നെ എത്തിക്കും. കർമ്മിമാരുടെ നിർദ്ദേശാനുസരണം ഈ ബലിതർപ്പണ ചടങ്ങുകൾ, അതായത് പവിത്രം ധരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മന്ത്രോച്ചാരണത്തോടുകൂടി ബലിയർപ്പിക്കുകയാണ് ഓരോ ഭക്തരും. അത്തരത്തിൽ മന്ത്രോച്ചാരണത്തോടുകൂടി ഈ ബലി അർപ്പിക്കുമ്പോൾ മനസ്സിൽ തങ്ങളുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ടാണ്, അവർക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ബലി അർപ്പിക്കുന്നത്. ആ മനസ്സ് നിറയെ അവരുടെ ഒരു സ്മരണയായിരിക്കും. അതിനുശേഷം അവർ ഈ കടൽ തീരത്തേക്ക് എത്തും. ഈ തർപ്പണ കേന്ദ്രത്തിൽ നിന്നും തലയിൽ ആ ബലിയർപ്പിക്കുന്ന ആ പൂജാദ്രവ്യങ്ങളുമായി തലയിൽ ചുമന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ കടൽ തീരത്തെത്തി ഈ ബലിയർപ്പിക്കുന്ന ആ ദ്രവ്യങ്ങൾ കടലിൽ ഇട്ട ശേഷം അവിടെ നിന്നും സ്നാനം ചെയ്താണ് തിരികെ മടങ്ങുന്നത്. മനോജ്, എന്തായാലും കൊല്ലം തിരുമുല്ലവാരത്ത് നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ആണ് മനോജ് പങ്കുവച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ, കോഴിക്കോട് വരക്കൽ ക്ഷേത്രത്തിലെ, അതുപോലെ തന്നെ കണ്ണൂർ പയ്യാമ്പലം കടലോരത്തെ, അങ്ങനെ ആലുവ മണപ്പുറത്തെ എല്ലാം കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമ്മൾ കണ്ടു. വിവിധ പ്രതിനിധികൾ, റിപ്പോർട്ടർമാർ വിശേഷങ്ങൾ പങ്കുവച്ചു. എന്തായാലും കാശിയിലും രാമേശ്വരത്തുമൊക്കെ ബലിയിട്ടാലും കർക്കിടക വാവ് ദിവസം ബലിയിടണം എന്നു തന്നെയാണ് വിശ്വാസം. ഇതിൻ്റെ ഭാഗമായി നിരവധി ഭക്തരാണ് ഇപ്പോൾ വിവിധ ക്ഷേത്രങ്ങളിലേക്കും കടവുകളിലേക്കുമൊക്കെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ